സംഗതി ശരിയാണ്. കെ.ടി. ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കുറ്റം ചെയ്തത് കൊണ്ട് തന്നെയാണ് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത്. സ്വജനപക്ഷപാതം കാണിച്ചു, ബന്ധുനിയമനം നടത്തി. അതിനെതിരിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.കെ. ഫിറോസ് കൃത്യമായിട്ട് രംഗത്ത് വരികയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ.ടി. ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു പക പി.കെ. ഫിറോസിനോട് കെ.ടി. ജലീലിന് എന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പി.കെ. ഫിറോസിനെതിരിൽ എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ദിവസവും അതിനുവേണ്ടി നടക്കുന്ന ഒരാളാണ് കെ.ടി. ജലീൽ. സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും മറന്നിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ കെ.ടി. ജലീൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് പി.കെ. ഫിറോസിനെതിരിൽ ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും പി.കെ. ഫിറോസിനെ ലീഗിൽ നിന്ന് അകറ്റണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ്. പി.കെ. ഫിറോസിനെ ഒന്നല്ലാതാക്കണം. കാരണം മൂപ്പരെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച ഒരാളാണല്ലോ പി.കെ. ഫിറോസ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പി.കെ. ഫിറോസിനെ ഇതിൽ നിന്ന് ഇല്ലാതാക്കണം, ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഇതിനൊന്നും പി.കെ. ഫിറോസ് കൃത്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മൂപ്പർക്കുണ്ട്. ആ പരാതി ഇന്ന് പി.കെ. ഫിറോസ് തീർത്തു കൊടുത്തു. ഇന്ന് 11:30 വാർത്താ സമ്മേളനം തുടങ്ങിയിട്ടുള്ളത്. ആ തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ 39 മിനിറ്റ് പി.കെ. ഫിറോസ് സംസാരിച്ചു. ആ 39 മിനിറ്റും നമ്മൾ കേൾക്കേണ്ടതാണ്. ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് മറുപടികളും കൃത്യമായിട്ട് കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. ഓരോ യുവജന നേതാവും ഓരോ രാഷ്ട്രീയക്കാരനും ഈ ഒരു വാർത്താ സമ്മേളനം കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു വാർത്താ സമ്മേളനമാണ് പി.കെ. ഫിറോസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്താ സമ്മേളനം മുഴുവനായിട്ടും ട്രൂത്ത് ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഇടണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ആ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് ഇവിടെ പ്ലേ ചെയ്യുകയാണ്. ഇത് മുൻപ് കണ്ടവരാണെങ്കിൽ കാണാൻ നിൽക്കേണ്ടതില്ല. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. വളരെ നല്ലൊരു വാർത്താ സമ്മേളനമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും കെ.ടി. ജലീലിന് കൊടുക്കേണ്ട മറുപടികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൈരളിയിലെ കുട്ടനും കെ.ടി. ജലീൽ പൊട്ടനും എന്ന് പറയാം. ഇവർക്ക് രണ്ടാക്കും കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. ആ നടത്തുന്ന ഇതിന് പി.കെ. ഫിറോസിനെതിരിൽ ഓരോ കാര്യങ്ങളും നടത്തുന്നവർക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങളും പി.കെ. ഫിറോസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾക്കേണ്ട കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ.ടി. ജലീൽ നിരന്തരമായ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. എന്നാൽ അതുമാത്രമല്ല, പക അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അതുമാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബന്ധു നിയമനത്തിന്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല. അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല. 2 ലോകായുക്ത, കേരള ഹൈക്കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. സത്യം, അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. ഔദാര്യത്തിൽ ഒരു MLA. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പൊ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോ
പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. ഇപ്പൊ നോക്കൂ, അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഫിറോസിന് എന്താണ് കൂലി, ഫിറോസിന് എന്താണ് വേല, ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്, ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത്, ഇതായിരുന്നു ചോദ്യം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ്, ഫിറോസിന് ട്രാവൽസ് ഉണ്ട്, ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട്, ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട്. എന്തിനാണ്? പാസ്പോർട്ട് പരിശോധിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസിന് വിദേശത്ത് വിസയുണ്ട്, ദുബായിൽ വിസയുണ്ട്, അവിടെ ജോലിയുണ്ട്, അവിടുന്ന് ശമ്പളമുണ്ട്, TA ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു. പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിന് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട്, എമ്മി. KT ജലീൽ പറഞ്ഞ യുമ്മീന്നാ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹൈലൈറ്റ് മാളിൽ ഫിറോസിനൊരു കടയുണ്ട്, അതും എമ്മി. ഇതെല്ലാം ഷാഡോ ആണ്, ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. മാത്രമല്ല, എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ്. സത്യം, അങ്ങനെയാണ് വേണ്ടത്. എനിക്ക് KT ജലീലിനോടും പറയാനുള്ളതാണ്, തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം, യെസ്, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയിൽ നിന്ന് കടം വാങ്ങുക? വല്ലാത്തൊരവസ്ഥയാണ് KT ജലീലിന്. എന്നിട്ട് അത് മാസാമാസം തിരിച്ചടക്കുക. നാണക്കേടല്ലേ? എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ, നിങ്ങളും ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അഴിമതിയല്ല, സ്വജനപക്ഷപാതമല്ല, പൊതുമുതൽ അപഹരിക്കലല്ല, സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എമ്മി പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ്. എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത്? കൊപ്പത്തെ CPM-കാരോട് ചോദിച്ചാൽ മതിയല്ലോ. കൊപ്പത്തെ CPM-കാരെ അതിന്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിന്റെ ബിൽഡിംഗ് ഓണർ എടുത്ത് പോയത് ഞാനാണ്, അതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ്. അതുമാത്രമല്ല, അവിടുത്തെ CPM-കാരെ, അവിടുത്തെ കോൺഗ്രസ്സുകാരെ, അവിടുത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. നമ്മളൊരു സ്ഥാപനം, ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറുക? അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. നമ്മളൊരു സാധനം വാങ്ങുന്നത്, ഞാനൊരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മൾ എല്ലാ കടയിലും കയറും. രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ എമ്മിയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് CPM നേതാക്കന്മാരെ വിളിച്ചത്. ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത്. എന്തിനേറെ പറയുന്നു, ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി MLA, അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചത് ഞാനാണ്. ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ, എൻ്റെ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ? പിന്നെ യൂത്ത് ലീഗിന്റെ കൊപ്പത്ത് ആൾക്കാർ പോയിട്ട് പിന്നെ അദ്ദേഹം പറയണോ, തിരുനാവായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ്. എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ്. കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ്. അദ്ദേഹത്തിന്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും. അദ്ദേഹത്തെ എൻ്റെ പാർട്ട്ണർമാരെ അപമാനിക്കുക. നിങ്ങൾ ആലോചിക്കണോ? എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പാർട്ട്ണർമാർ സൂക്ഷിച്ചോ, അവിടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു. കാരണം വെപ്രാളം വന്നിട്ട് ആള് അങ്ങ് ഒരു ബോറനാവുക പറയില്ലേ, പരമബോറൻ. എൻ്റെ ഒരു പാർട്ട്ണർ വീടിന്റെ പരിസരത്ത് പോയി അയാളെ കുറിച്ച് അവിടുന്ന് അന്വേഷിക്കുക, എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക. എന്തെല്ലാം പ്രവർത്തികളാണ് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന്. ആയി തുടങ്ങി. പിന്നെ അദ്ദേഹം പറയുന്നത് കൊപ്പത്തെ എമ്മിയുടെ ലൈസൻസ് അഷ്റഫിന്റെ പേരിലാണ്.
എല്ലാ പാർട്ട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും. അത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ട, എന്നാലല്ലേ ഇത് അറിയുള്ളൂ. അതിന്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത്, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ. പിന്നെ അദ്ദേഹം ധോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായിപ്പോയി. ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു. പൊതുവെ ഇപ്പം അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുണ്ട് പൊക്കി അതായത് 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത്. സാധാരണ ഈ മുണ്ടെടുക്കുന്ന ആളുകൾക്ക് അറിയാം, 1-2 വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയായി പോകും. 3 വർഷം കഴിഞ്ഞിട്ട് പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല. 3 വർഷം കിട്ടീന്. ഇനി ഞങ്ങളുടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ. അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ. ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക? അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ? അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ? അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട്, യൂത്ത് ലീഗിന്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ്. അത് ഇലക്ഷൻ കമ്മീഷന്, ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ്. പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ. പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനിക്ക് 3 പേരേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി, അതിൽ എത്ര പേര് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ? ഇതെല്ലാം ജലീലിനോട് പോയിട്ട് പറയണോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ 3 ആളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അങ്ങക്ക് സമ്മതാണോ? അല്ല, ഞാനിതാ ഇവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു എന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല, ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ? അത് കമ്പനി വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകളെ അപ്പോയിന്റ് ചെയ്യുക. അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു, ഞാൻ എത്ര വാങ്ങുന്നു, അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? റിവേഴ്സ് ഹവാല, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം അയാൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നുകിൽ ഉറപ്പിക്കുണ്ടോ? നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക, കാണുന്നവരോടൊക്കെ, നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ? അങ്ങനെയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഉണ്ടോ എന്ന് എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത് വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ ഒരു പേടി ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. ഇനി ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ആരോപണം. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടി പറയാം. ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ വെപ്രാളം? എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി? നേരത്തെ നിങ്ങൾക്കറിയാം, മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം ഉയർന്ന സമയത്ത്, ആരോപണം ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് നേരത്തെ ലീഗിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല.
ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല. KT ജലീലിന് തന്നെ ഒരു വില. പക്ഷെ വയനാട്ടിലെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ, ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്, തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിന്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ജലീലിനെതിരെ അടുത്തൊരു അഴിമതി വരാൻ പോവാണ്. അപ്പോൾ ആ പേടി ജലീലിനുണ്ട്. PK ഫിറോസ് അത് കൊണ്ടുവന്നു കഴിഞ്ഞാണെങ്കിൽ PK ഫിറോസ് അത് തെളിയിക്കും, ജലീലിന് വീണ്ടും രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാവും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ ആദ്യം PK ഫിറോസിനെതിരിൽ എന്ത് ചെയ്യുക, ആരോപണങ്ങൾ ഉന്നയിക്കുക. വല്ലാത്ത കാഞ്ഞ ബുദ്ധിയാണ്, പക്ഷെ പൊട്ടനാണ്. അതിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട്, അതിന്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ചു വിടാം, എന്നെ പ്രതിക്കുട്ടിൽ നിർത്തിയാൽ. ഇപ്പൊ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല, അദ്ദേഹം വേറെ ആരെ കൊണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ. കാരണം നമ്മളൊരു ആരോപണം, യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ. ജലീലിന് അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. കാരണം പറയുന്ന ആൾക്കും വിശ്വാസമല്ല, കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, അതിന്റെ അഴിമതിയിലേക്ക് കൃത്യമായി അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അതെ അതെ അതെ. പറ്റില്ലല്ലോ, നിങ്ങൾ സമ്മതിച്ചല്ലോ. അപ്പൊ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നതിന്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. കോടികളുടെ അഴിമതിയാണ്. ജലീലിനെ പറഞ്ഞില്ലേ? അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ തൊഴിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് തെറ്റാണോ? ജലീൽ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. അദ്ദേഹം പറയാത്ത പല, അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. പിന്നെന്താണെന്നറിയോ, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല എന്നുള്ളത് PK ഫിറോസ് പറഞ്ഞു കഴിഞ്ഞു. ബിസിനസ് ചെയ്യുന്നത് ഒരു തെറ്റല്ല. അത് രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ആരാണെങ്കിലും ശരി, അവരവരെ ഇഷ്ടപ്രകാരം അവർ ജോലി ചെയ്യുന്നു, അതിനുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നുണ്ടാവും. KT ജലീൽ അതൊക്കെ ഉയർത്തിപ്പിടിച്ച് വരുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ
ഇപ്പം എൻ്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എൻ്റെ സ്ഥാപനങ്ങളാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, ഞാൻ പാർട്ട്ണർമാരായിട്ടുള്ള, ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് രാഷ്ട്രീയമായി ഒരാളുടെ ബ്രാൻഡ്, ഒരു സ്ഥാപനമാണെന്ന് ബ്രാൻഡ് ചെയ്താൽ ഒരു കച്ചവട സ്ഥാപനത്തിന് നല്ലതാണോ അത്? നിങ്ങൾ പറയും. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തല്ലേ ബ്ലൂഫിൻ ട്രാവൽസ്, ആ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പറയുന്നില്ല, ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ടടക്കം അതിനകത്ത് ആശംസകൾ പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് വലിച്ചേക്കുന്നത് ശരിയല്ല. കാരണം അത് ഇത് ബിസിനസ്സല്ലേ. ഇതിനകത്ത് ഇവിടുത്തെ കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയങ്ങൾ? ഞാനിപ്പോൾ ഫിറോസിന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അതൊരു രാഷ്ട്രീയമായി ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ. ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സുകളല്ല, അതിനകത്ത് കൃത്യമായ സോഴ്സുകളുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു സംശയം ഒരാൾക്ക് ഉന്നയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എല്ലാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടക്കം അദ്ദേഹം പരിശോധിച്ചോട്ടെ. കേരളം ഭരിക്കുന്ന ഞാനല്ലല്ലോ, UDF അല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്തയച്ചു ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ. ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതി കൊടുത്താൽ പോരെ. എന്താണ് ദുബായ്? എനിക്ക് ദുബായ് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്റെ പാർട്ടിയിലല്ലേ പറയേണ്ടത്. എന്റെ പാർട്ടിയിൽ ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? അതിനകത്ത് എന്താ ധാർമ്മികത? ഞാൻ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ, എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. അല്ല, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര, അതൊക്കെ ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക ME എത്ര വരുമാനം ഉണ്ട്, അത് ഞാൻ ഇൻകം ടാക്സിലല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് മാന്യമായി, ഞാൻ പറയട്ടെ, എനിക്ക് മാന്യമായ വരുമാനമുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ധോത്തി ചലഞ്ച് നടത്തിയതിനെ പറ്റിയൊക്കെ പറയും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം, ജലീൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷന്റെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അന്നും ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, സഹഭാരവാഹികളാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഒരു കെട്ടിടം എടുത്തിട്ടുണ്ട്, ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 2 കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല, CPM-നകത്ത് പോയപ്പോൾ ഫണ്ട് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് പിരിക്കലും മാത്രമല്ല, സമരത്തിൽ പങ്കെടുക്കുക, എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക, അതൊന്നുമില്ല. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെതിരെ 4 തെറി പറയാ, പോയി മത്സരിക്കുക, തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ CPM-കാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയില്ല. അപ്പൊ അതാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ആക്ഷേപം. അപ്പൊ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ME വരുമാനം, ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇപ്പൊ വരുമാനം ഒരാളെ കൂലിയും ജോലിയും ഒന്നും ഒരാളോടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഇനി കണക്കുകൾ കാര്യങ്ങളൊക്കെ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അതോറിറ്റീസിനെ അത് ബോധ്യപ്പെടുത്തേണ്ടതേ ഉള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക നിങ്ങളെ ജോലി എന്താ, നിങ്ങളെ കൂലി എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അയാളോട് അതിനുള്ള മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എൻ്റെ ശമ്പളം കുറച്ച് കുറഞ്ഞു പോയി, എനിക്ക് ഈ ചോദിക്കുന്ന ആൾ തരുമോ? എൻ്റെ ശമ്പളം കുറഞ്ഞ ശമ്പളം നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് തരൂലല്ലോ. KT ജലീൽ കൊടുക്കുമോ PK ഫിറോസിന്? അല്ല PK ഫിറോസ്, എൻ്റെ അടുത്ത് ശമ്പളം കുറവല്ല, എനിക്ക് കിട്ടുന്ന ശമ്പളം കുറവല്ല, ഞാൻ കുറച്ച് എനിക്ക് പൈസ തരാം, അങ്ങനെ കൊടുക്കുമോ? കൊടുക്കൂല. പിന്നെ മൂലധനം, അതായത് ഒരു സാമ്പത്തിക കാര്യം ആണ്, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ PK ഫിറോസിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നെ KT ജലീലിൻ്റെ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചോദ്യം PK ഫിറോസിനോട് ചോദിക്കേണ്ട ആവശ്യം KT ജലീലിനില്ല. PK ഫിറോസ് കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അയാളെ കയ്യിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടാവുകയോ ചെയ്യാൻ മതിയാവും. അപ്പോൾ അയാൾ ആ ഒരു ജോലി, ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു,
ആ സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭം അയാൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇത് ചോദിച്ചറിഞ്ഞിട്ട് KT ജലീലിന് എന്ത് നേട്ടമുള്ളത്? ചോദിക്കേണ്ട അതോറിറ്റീസ് വേണമെങ്കിൽ പോയി ചോദിക്കട്ടെ, അവിടെ പോയി പരാതി കൊടുക്ക്. അല്ലാതെ ഇത് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്ന് ചോദിക്കേണ്ട ആവശ്യം KT ജലീലിനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം ജീവനക്കാരല്ല. അല്ല 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 ഞാനിപ്പോ ഇനി ഇത് പറയാം. ഇനി ഇത് എക്സ്ക്ലൂസീവായ കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവായി പറയണം. ഇപ്പൊ അദ്ദേഹം വെറുതെ UAE കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ, UAE കോൺസുലേറ്റിലും പാതിര, അതൊന്നും ഞാൻ പറയുന്നില്ല, ചാറ്റിങ് അതൊക്കെ പോട്ടെ. അപ്പൊ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഇനി എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. PK ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ചെറിയ മിനിറ്റ് പറയട്ടെ ചെയ്തേ. അതായത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇതെങ്ങനെ കിട്ടി അന്വേഷിക്കണം. ഇവിടെ റൈറ്റ് ഹാൻഡ്, അവിടെ ലെഫ്റ്റ് ഹാൻഡ്, എങ്ങനെ അതൊക്കെ കൂടി. ഒരു മിനിറ്റ് ഇനി ഇതും പറയാം. എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല, എന്താ സംശയം? കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം, എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം, എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം. അതിനൊന്നും ഒരു തടസ്സമില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം. കൊറോണ കാലത്ത് ചെയ്തൂടെ? വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ, എത്ര ശമ്പളം തരുന്നു, ഒരു മിനിറ്റ് കുട്ടൻ, ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിന്റെ ആണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്? യെസ്. ആ ആരോപണം. ആ കമ്പനി അതൊരു തട്ടിപ്പ് കമ്പനിയാണ്, 3 മാസത്തോടെ കടലാസ് കമ്പനിയാണ്. ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശരി ശരി, ആ പറയാം, കൃത്യമായി പറയാം. ഉറപ്പായിട്ട് പറയാം, ഉറപ്പായിട്ട്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ കമ്പനി ആ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം. മറ്റതൊക്കെ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞങ്ങളും കമ്പനി തമ്മിലുള്ള പ്രശ്നമാണല്ലോ. ഈ കമ്പനി തട്ടിപ്പ് കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. അത് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് റിവേഴ്സ് ഹവാല? അത് കിട്ടിയാൽ എനിക്ക് അതിന്റെ അടുത്ത കാര്യം പറയാം. എന്താ റിവേഴ്സ് ഹവാല? എങ്ങനെ? എന്നിട്ട് ആ പൈസ അതാണ്. അതായത് ഇവിടുന്ന് അനധികൃതമായി സമ്പാദിക്കുന്ന സ്വത്ത് നമ്മൾ റിവേഴ്സ് ഹവാല വഴി നമ്മൾ വിദേശത്തേക്ക് കടത്തുന്നു, എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മളെ അക്കൗണ്ട് വഴി, ഇപ്പോൾ എനിക്ക് 5.25 ലക്ഷമാണ് ശമ്പളമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, അവിടെ ശമ്പളമായി വാങ്ങുന്നു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പം എനിക്കത് എന്തായി, അത് നല്ല ഒരു പണമായി. ഇതാണ് വൈറ്റ് മണിയായി. ബ്ലാക്ക് വൈറ്റായി. ഇതാണല്ലോ അതായത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കുറ്റകൃത്യം സാമ്പത്തിക കുറ്റകൃത്യം അല്ലേ? അതായത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുക, ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക, എന്നിട്ട് ഇവിടുന്ന് പണം അങ്ങോട്ട് അയച്ച കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉറപ്പല്ല. ഇപ്പോൾ റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്? മറ്റത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്നത്. എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ, കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ. ഈ കമ്പനി ഉത്തരം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം, ഈ കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ്. ദുബായിലാണ്. അല്ല ദുബായിലെ അവസ്ഥ അല്ല, അതൊക്കെ അതിനകത്ത് വന്നിട്ടല്ലോ കമ്പനി. അവിടെ ജലീലിനോട് ചോദിക്കുന്നത്. ഇപ്പൊ ഇനി പാർട്ണർമാരെ പേര് പറഞ്ഞിട്ട് അല്ല എന്താണെന്നറിയോ, ഞാനതൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് അത് പറയുന്നത്? എന്നിട്ട് അവരെ പോയി ഭീഷണിപ്പെടുത്താനോ? അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് ഇതൊക്കെ ഒരു മിനിറ്റ് ഇനി ഇതൂടെ പറയാം. ശരി, ദീപക് ജി ഡയറക്ടർ അല്ല. എനിക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഞാൻ അതിനകത്ത് ഡയറക്ടർ ഇല്ല, ഞാൻ അതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ്. ഇനി ഇതൂടെ പറയാം. ഇനി ഇതൊക്കെ സത്യസന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇതൊരു ആരോപണം. ജലീലിന് ഞാനൊരു ഓഫറോട് വെക്കാം. ജലീലിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം MLA ആണല്ലോ, തവനൂർ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു ഓണ്ടർപ്രണേഴ്സ് മീറ്റ് നടത്തട്ടെ. എന്നിട്ട് യൂത്ത് കോൺഗ്രസിനകത്തുള്ള DYFIക്കകത്തുള്ള ലീഗിനകത്തുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അതിനകത്തുള്ള യുവ സംരംഭകരായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്താനും മറ്റേതൊന്നല്ല, സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. കാരണം അദ്ദേഹം പറയണത്
ഈ പിന്നെ ഇത് വലിയ അതിശയമാണ്, അങ്ങനെയാണല്ലോ. ഈ അതിശയമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ, മാധ്യമങ്ങളെ കൂടി വിളിച്ചോട്ടെ, കാര്യങ്ങൾ തുറന്നു പറയാം. അതല്ലാതെ ഫിറോസിന്റെ സ്ഥാപനം വന്നിട്ട് അത് മുടക്കാനും അതിന്റെ മുമ്പ് പോയി കോമാളിത്തരം കാണിക്കാനും ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ട്രാവൽസ് പോകുന്നത്, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും വെപ്രാളം വരുമ്പോൾ രാഷ്ട്രീയമായി വിരോധമുള്ള ആളുകളുടെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുക, അവിടെ നിന്ന് കോമാളിത്തരം കാണിക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. നിങ്ങൾ കാണൂ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഇതും പറയാം, എനിക്കൊരാൾ കടം തന്നു പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊരു കമന്റ് ആയിട്ട് പറഞ്ഞ അച്ഛനെ ചീത്ത വിളിക്കുക, എന്നാ അയാൾ ബാക്കിയുള്ള എല്ലാവർക്കും കടം കൊടുക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരാളെ എനിക്ക് കടം തന്നാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? അദ്ദേഹം ബാക്കിയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് മുഴുവൻ കടം കൊടുക്കോ? അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്? കുട്ടൻ തോന്നുന്നുണ്ടോ? അല്ല ഇങ്ങനെ പറയുന്ന ഒരാളെ ഇത് പറയാ, നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കില്ലേ? കുട്ടനെ ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് കുട്ടനെ തോന്നുന്നുണ്ടോ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നൂല, കൈരളിക്ക് തോന്നൂല. ഈ യൂത്ത് ലീഗിന്റെ നിരവധി ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിനുശേഷമാണ് ഫിറോസ് വരുന്നത്. ഇങ്ങനെ ഏതൊക്കെ ജനറൽ സെക്രട്ടറിമാർ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ജോലി ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വീട്ടില് വേറെ ആരെങ്കിലും കൈരളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? വീട്ടില് വേറെ ആരെങ്കിലും കൈരളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ഉണ്ടോ? കുട്ടന്റെ വീട്ടിൽ കൈരളിയിൽ നേരത്തെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ കൈരളിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ യൂത്ത് ലീഗിന്റെ മുമ്പത്തെ ഭാരവാഹികൾ എം ഇ നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് ചോദ്യമാണ്, എന്ത് ബാലിശമായ ചോദ്യമാണ്. പാർട്ടിക്ക് അറിയാം, പിന്നെ എന്താ സംശയം? നമുക്ക് വിദേശത്ത് എന്താണ് ജോലി അങ്ങനെയൊന്നല്ല, നമുക്ക് വിദേശത്ത് പിന്നെ ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുമാനമുണ്ട്, നാട്ടിൽ ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം. ഞങ്ങൾ പാർട്ടി അനുമതിയൊന്നും വാങ്ങണ്ട, ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ, എന്തെന്നറിയോ? പേരുദോഷം മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്, നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാം. എല്ലാം കൃത്യമായിട്ടാണ്. ആർക്കൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഡൽഹിയിലല്ല, ദുബായില്. ഇതൊക്കെ ചെയ്യണം ഞങ്ങളെ പാർട്ടിയിൽ, ഞാൻ മാത്രല്ല. അവിശ്വസിക്കാനാണോ വിശ്വസിക്കാനാണോ? എത്ര യൂത്ത് ലീഗുകാര് എത്ര യൂത്ത് ലീഗുകാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങളെ യൂത്ത് ലീഗിന്റെ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ കുറിച്ചുള്ള ആശയം വന്ന ഇത് ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നുണ്ടെന്നല്ലേ? എന്താണ് ഇത് ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നത് എന്തിനാ? കോടികൾ ബിസിനസ് നടത്തുന്നല്ലേ? അല്ല, വരുമാനം എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അത്യാവശ്യം വരുമാനമുണ്ട് ജീവിക്കാനുള്ള. അതായത് അത് ഞാൻ പറഞ്ഞടാ, ഇതോട് പറയാം. ഒരു മിനിറ്റ് റിയാസ് ഭായി, അതായത് ഒരു മിനിറ്റ്. ഇപ്പോ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഡെയിലി ഒരു 1500-2000 രൂപക്ക് ഫ്യൂൽ അടിക്കുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് എടുക്കാം. ഞാനൊരു നയാ പൈസ പോലും പാർട്ടിയിൽ നിന്ന് എടുക്കുന്നില്ല, എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല, പക്ഷേ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയം ജീവിതമാർഗമാക്കരുത്. തൊഴിൽ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും ആക്ഷേപമൊക്കെ ഉന്നയിക്കുമെന്ന് പേടിച്ചിട്ട് ഇപ്പോൾ ഇനി രാഷ്ട്രീയക്കാർ ഇപ്പോൾ പിന്നെ MLA-മാരാവട്ടെ ജനപ്രതിനിധികളാവട്ടെ ആർക്കും രാഷ്ട്രീയം ബിസിനസ് ആക്കാതെ അവരൊക്കെ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വരുമാന മാർഗം ഉണ്ടാക്കുന്നതാണ് അന്തസ്. അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ തൽക്കാലം നിവൃത്തിയില്ല. കൃത്യമായ സോഴ്സ് ഉണ്ട്. 100%. അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലല്ലോ ആരോപണം. അദ്ദേഹം ചോദ്യമല്ലേ ചോദിച്ചത്, ഹവാല ഇടപാട് നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? അതൊക്കെ അതിനകത്തില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? എന്തിനാണ് ഞാനിത് പറയണത്? ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇവരൊക്കെ പോയി ഭീഷണിപ്പെടുത്താം. എൻ്റെ ഒരു പാർട്ട്ണറെ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
വീടിന്റെ പരിസരത്ത് പോയി നിൽക്കുക, എന്നിട്ട് അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇവരെന്താ പരിപാടി, ഇവരെന്താ ചെയ്യുന്നത്, എന്തൊരു ഞാനതൊക്കെ പറയണമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് KT ജലീൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ? ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തലാണോ ചെയ്യേണ്ടത്? ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന്, അതല്ലേ ഹീറോയിസം. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി നടത്തിയ പിരിവ്, ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം, അതിന്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എന്റെ പേരിൽ ഇവർ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു. അവസാനം ഞാൻ ആ സ്വാഗതം ചെയ്തു. നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ വന്ന ഞാൻ ആ കേസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ എന്തായി? രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ് തള്ളി. അപ്പൊ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യരുത്, ഇനിയും കേസ് അന്വേഷണം നടത്തുമ്പോൾ, ഇപ്പൊ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ, BD-ക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിതാന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക, കോടതിയെ തെറി പറയുക, ജഡ്ജിമാരെ തെറി പറയുക, അതൊന്നും ചെയ്യരുത്. അത്ര കണ്ടീഷനെ, ആ ഒരു കണ്ടീഷൻ എനിക്കുള്ളൂ. പക്ഷേ അതൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും, എൻ്റെ പാർട്ട്ണർമാരെ ഭീഷണിപ്പെടുത്തിയാലും, എനിക്ക് കടം തന്ന ആളെ തെറി വിളിച്ചാലും, ഫേസ്ബുക്കിൽ എത്ര തവണ അദ്ദേഹം പോസ്റ്റ് ഇട്ടാലും, എൻ്റെ സ്ഥാപനങ്ങൾ മുമ്പ് പോയിട്ട് കോമാളിത്തരം കാണിച്ചാലും അദ്ദേഹത്തിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. അതിന്റെ തെളിവുകൾ പുറത്തു വിട്ടിരിക്കും. യെസ്. അത് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നേ. ഞാൻ അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ശരിയായ കാര്യങ്ങളാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ. 2021 ഞാൻ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒന്നും അഫിഡവിറ്റിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ? അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത്, ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. എനിക്കതിന് മുമ്പ് ജോബ് കാർഡ് ഉണ്ട്. പക്ഷെ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങൾ. ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമല്ല, ഇതിനൊക്കെ കുറച്ചധികം കൃത്യമായ വർഷം കുറെ അധികം മുമ്പാണ്. അതാണ് നല്ല ചോദ്യമാണ്. ഗുഡ് ക്വസ്റ്റ്യൻ കൈരളി. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷം. ഞാനത് നിയമവിദഗ്ധരായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മറ്റാരോപണങ്ങളൊന്നും പോലല്ല. ഈ റിവേഴ്സ് ഹവാല, കള്ളപ്പണം, മറ്റേതിപ്പോൾ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ആരോപണമല്ലല്ലോ. അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് തൊഴിലുണ്ട്. റിവേഴ്സ് ഹവാല, കള്ളപ്പണം, അത് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം. അത് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതും അദ്ദേഹം ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. ബുദ്ധിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ മാനാഷ്ട കേസിന്റെ കാര്യത്തിൽ മാത്രം, വേറൊരു കാര്യത്തിലും ബുദ്ധിപരമായ കാര്യമല്ല. അദ്ദേഹം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതിനകത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയോ? അദ്ദേഹം എഴുതി, ഞാൻ വായിക്കാം. ഫിറോസിന്റെ കമ്പനി നടത്തുന്നത് റിവേഴ്സ് ഹവാലയോ? അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ നോട്ടീസ് അയച്ചാൽ അദ്ദേഹം പറയാം, ഞാൻ റിവേഴ്സ് ഹവാല നടത്തുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോന്നൊരു ചോദ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് കൈരളി ഇങ്ങനെ നിന്ന് വാർത്തയാക്കുന്നത്. അദ്ദേഹം, നിങ്ങൾ കൈരളി ഒന്ന് പോയി ചോദിക്കണം, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹം ചോദിച്ചല്ലേ. അത് ശരി, നല്ലതാ. തീർച്ചയായിട്ടും. അല്ല, അതാ പറഞ്ഞ എന്റെ നിയമവിദഗ്ധരായിട്ട് ആലോചിക്കും. ഇപ്പൊ അദ്ദേഹത്തിന്, ഇപ്പൊ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു ഡിഫൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതായിരിക്കും. അദ്ദേഹം ആരോപണം പറഞ്ഞിട്ടില്ലല്ലോ. നോക്കാം. മറ്റേത് ഇപ്പൊ എന്താ ആരോപണം, ME നടത്തുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം, എനിക്കൊരു ക്രെഡിറ്റ് അല്ലത്. ഇപ്പൊ ഇനി വേറെ കാര്യമാണ് പറയാം. ഒറ്റ കാര്യോടും ദീപക് ജി, ഈ ജലീലിനുള്ള ഒരു ബുദ്ധിയാണ് കേട്ടോ. അതായത് ഇപ്പൊ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതെ, അതായത് പഴയ സഹപ്രവർത്തനല്ലേ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന്. ഇപ്പൊ ഞാൻ ME-യോട് പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ എനിക്ക് ME-യിൽ 2 സ്ഥാപനത്തിലെ എനിക്ക് ഫ്രാഞ്ചൈസി ഉള്ളൂ. അവർക്ക് 35 സ്ഥാപനമുണ്ട്. ഇനി പുതിയ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി എവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലും ഒരു 10% എനിക്ക് ഫ്രീ ആയിട്ട് ഷെയർ തരണം. കാരണം ഇത്രയും വലിയ പബ്ലിസിറ്റി കേരളത്തിൽ എത്ര പ്രൈം ടൈം ചാനലിലൊക്കെ ME-യുടെ പരസ്യം അവർ കൊടുക്കണം, എത്ര പൈസ കൊടുക്കണം? ഞാൻ കാരണല്ലേ. അപ്പൊ ഫ്രീ, അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ബിസിനസ്സിലെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ജലീൽ കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് ബുദ്ധി ഞാൻ ഉപദേശിച്ചു കൊടുക്കുക.
സംശയം. അതായത് അദ്ദേഹം പറയുന്ന അല്ല അതെനിക്ക് സന്തോഷമുള്ളൂ. സ്ഥാപനങ്ങൾക്ക് പൈസ വന്നു. ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC അതാണ് ആ കമ്പനിയുടെ പേര്. 3 ആളുകളാണ് സ്റ്റാഫുകളായിട്ടുള്ളത്. ഫിറോസ്, റെയ്സ്, മുഹമ്മദ് അസ്ലം, ഇത്രയും പേര്. ഇങ്ങനെ 3 പേര് മാത്രമായിട്ട് ജീവനക്കാരായിട്ടുള്ള ഒരു കമ്പനി, അതിന്റെ പ്രവർത്തനം എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇത്രയധികം വരുമാനം ഉണ്ടാക്കുമോ? ഇപ്പൊ ഈ 5 ലക്ഷം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, എങ്കിൽ പോലും കുറച്ച് ലക്ഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം കിട്ടും. അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനം എന്താണ്? അത് വിശദീകരിക്കേണ്ട ഭാഗം സ്വാഭാവികമായിട്ടും ഉണ്ടോ? അങ്ങനെ രാഷ്ട്രീയക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് നിയമ ആരാണ്? 3 ഞാൻ കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ പറയാം. അതായത് ദുബായില് ഒരു കമ്പനി വിസ കൊടുക്കുന്നത് അവിടുത്തെ വിസ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പൊ നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നു, നിങ്ങൾക്ക് ഒറ്റയടിക്ക് 50 പേരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അത് ദുബായിലെ വിസ നിയമങ്ങൾ അറിയണം. ദുബായിക്ക് ഒരു കമ്പനി തുടങ്ങുമ്പോൾ വിസയുടെ കോട്ട പാസ്സാവും. ആ കോട്ട പാസ്സാകുന്നതിനനുസരിച്ച് ആളുകൾ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ കമ്പനി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ വളർച്ചക്കനുസരിച്ചാണ് ആളുകൾ അപ്പോയിന്റ് ചെയ്യുക. നിങ്ങളൊരു കമ്പനി വിസ എടുക്കുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്ട് ഉണ്ടാക്കണം, ആ കോൺട്രാക്ട് കൊടുക്കണം. അങ്ങനെ പല കണ്ടീഷൻസും ഉണ്ട്. അതൊക്കെ ആ ദുബായിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാസിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ദുബായിൽ കമ്പനി നടത്തുന്ന ആളല്ല. അതായത് ദുബായിൽ 3 ആളെ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 3 ആൾ വെച്ചാൽ കമ്പനി ആവില്ല. അങ്ങനെയൊന്നുമില്ല. ഒരാൾ നടത്തുന്ന കമ്പനി ഉണ്ടാവും, 2 ആൾ നടത്തുന്ന കമ്പനി ഉണ്ടാവും. ആ കമ്പനി നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നല്ലേ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആർക്കും പരിശോധിക്കാം, ഏത് ഏജൻസിക്കും പരിശോധിക്കാം. മോസ്റ്റ് വെൽക്കം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. PK ഫിറോസ് ഒരു കടുകമണി തൂക്കത്തിന്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? ഒരു കടുകുമണി തൂക്കം തെറ്റ് ചെയ്താൽ വെറുതെ വിടാത്തൊരു സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്? അവരിന്ന് എന്തെങ്കിലും ദയ കിട്ടുമോ? എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത്? കടുകുമണി തൂക്കം തെറ്റ് പോലും ഇല്ല. അതുകൊണ്ട് കുറെ ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ, ഈ അഴിമതി, ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് താൻ നടത്തിയ അഴിമതി പുറത്തു വരരുത്, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കണം. അതിന് ഖുർആൻ കുറെ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. താങ്ക് യു. അല്ല, നോക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എല്ലാം പരിശോധിച്ചോട്ടെ എന്ന്. നിങ്ങൾക്ക് എന്താ പേടി? ഞാൻ പ്രാക്ടീസിങ് ലോയർ അല്ല. ഞാനിപ്പോ പ്രാക്ടീസിങ് ലോയർ അല്ല. ഓക്കെ, നീ അതോട് പരിശോധിക്കുക. നിങ്ങളെ കണ്ടുപിടുത്തോ, അത് പരിശോധിക്കുക നിങ്ങള്. താങ്ക് യു. എല്ലാം പരിശോധിക്കും, ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. ഏത് അന്വേഷണ ഏജൻസിക്കും മുമ്പിൽ പരിശോധിക്കാം. കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കടം വാങ്ങിയവർ ഞാൻ തമ്മിലുള്ള കാര്യങ്ങളല്ല. അതൊക്കെ സുതാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുന്ന പണം ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നു. ഇതൊക്കെ ആർക്കും പരിശോധിക്കാം കുട്ടൻ, ഒരു പ്രശ്നമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ. താങ്ക് യു. അടുത്ത ദിവസം ഉണ്ടാവും. വിളിക്കും. ആയിക്കോട്ടെ, നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് പറയാം. ടൈം ഫിക്സ് ചെയ്യുള്ളൂ. താങ്ക് യു. തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. PK ഫിറോസ് നടത്തിയിട്ടുള്ള ഈ ഒരു വാർത്താ സമ്മേളനം ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ടോ ഒക്കെ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. പക്ഷേ വളരെ നല്ലൊരു വാർത്താ സമ്മേളനം ആയതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ശേഷം KT ജലീൽ, ഈ PK ഫിറോസിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം KT ജലീൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതും ഏകദേശം 40 മിനിറ്റിലേറെ സമയം ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനായിട്ട് കണ്ടു. KT ജലീൽ ശരിക്കും ഒരു അങ്കലാപ്പിലായിപ്പോയി. PK ഫിറോസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒരു അങ്കലാപ്പിലാണ് KT ജലീൽ ഉള്ളത്. തീർച്ചയായിട്ടും KT ജലീലിന് ഒരു ഭയം ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് ലീഗിൻ്റെ അതേപോലെ UDFൻ്റെ നേതാക്കളെ ആരോപണങ്ങളുടെ മുനയിൽ വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന CPMൻ്റെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് KT ജലീൽ തുടങ്ങി വെച്ചതായിരിക്കാം ഇത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിലൂടെ ഇവരൊക്കെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് പിണറായി വിജയന് 3ാമതും അധികാരത്തിൽ വരാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് CPM കൊണ്ടുവരുന്ന ഓരോരോ നാടകങ്ങളും ഉഡായിപ്പുകളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ തോന്നുന്നത്
ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കെ ടി ജലീൽ സത്യത്തിൽ പെട്ടു. ഇനി കെ ടി ജലീലിൻ്റെ അഴിമതി കഥകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അന്നേരം അദ്ദേഹം ഖുർആൻ എടുക്കുമോ, അത് ഉയർത്തി കാണിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.